Okay, good morning. പറയുന്ന കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറെൻറ്റ് കേസസിനെ കുറിച്ചാണ്. We discussed the three cases of a forced harmonic oscillator based on the external periodic frequency we apply. ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന് നമ്മളൊരു പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് such a motion, and such type of motion are called forced harmonic oscillations. And what is the amplitude of that motion? We derived an expression for the amplitude of such a motion and also for the phase difference. So yesterday we differentiated the forced harmonic oscillators into three cases based on the value of what is the frequency of external periodic force. What is the frequency of the external periodic force? And at last we learned about resonance. Importantly, we learned about resonance when the external periodic force omega phi is equal to the natural frequency of oscillator. The oscillator will oscillate in maximum amplitude. The oscillator will be oscillating in the maximum amplitude given by the expression f0 by 2 gamma omega f. സോ നമുക്ക് ആദ്യം തന്നെ ഇന്നലെ ചെയ്യാൻ മറന്നുപോയൊരു കാര്യം ചെയ്യാം. അതായത് റെസോണൻസിൻ്റെ കേസിൽ തന്നെ വി നോ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ഓഫ് എ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആൻഡ് അപ്ലൈഡ് പീരിയോഡിക് ഫോഴ്സ് ആയ f0 സൈൻ ഒമേഗ ടീം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് തീറ്റ. ബിക്കോസ് വി റെപ്രസെൻറ്റഡ് സൊല്യൂഷൻ ആസ് എക്സ് ഈക്വൽ ടു സം എ സൈൻ omega ft minus theta. So we can say the theta is the phase difference. So tan theta is given as നമ്മളുടെ ഡെറിവേഷനിൽ നമ്മൾ ചെയ്താണ് 2 ഗാമ ഒമേഗ എഫ് ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ എഫ് സ്ക്വയർ. സോ അറ്റ് റെസോണൻസിൻ്റെ സമയത്ത് വാട്ട് യു മീൻ ബൈ റെസോണൻസ് മീൻസ് ഒമേഗ 0 ഈക്വൽ ടു ഒമേഗ എഫ്. That means omega 0 square equal to omega f square. So the denominator of this term will equal to 0. So this whole term become some quantity divided by 0. What? So that means tan theta at resonance is given by, let's say, infinity, because if we divide something by 0 we get infinity. So what is the value of theta when the tan theta, the function of tan theta is equal to infinity? Tan theta infinity ആവുന്ന തീറ്റയുടെ വാല്യൂ എത്രയാണ്? സോ ഏറ്റവും ചെറിയ വാല്യൂ നമുക്കറിയാം, തീറ്റ ആർ ഈക്വൽ ടു π/2. ദാറ്റ് മീൻസ് at resonance in സമയം that resonance the displacement x lags the applied force f0 sin omega t by π/2. അതായത് റെസോണൻസിന്റെ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എക്സ് അപ്ലൈഡ് ഫോഴ്സ് ആയ f0 സൈൻ ഒമേഗ ടീനെ ലാഗ് ചെയ്യും π/2 എന്ന ഫേസ് ഡിഫറൻസിൽ. വൈ യൂസ് എന്തുകൊണ്ടാണ് ലാഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലീഡ് ചെയ്യാത്തതിന് കാരണം ബിക്കോസ് ഇറ്റ് ഈസ് മൈനസ് തീറ്റ, പ്ലസ് തീറ്റയെ നമുക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറയായിരുന്നു. സോ ഇതാണ് പറയാൻ വിട്ട കാര്യം. അതായത് അറ്റ് റെസോണൻസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ അപ്ലൈഡ് പീരിയോഡിക് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ π/2. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യം വേരിയേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. Variation of amplitude with frequency of applied force. So heading കാണുമ്പോൾ തന്നെ അറിയാം,
ഒന്നുമില്ല. അതായത് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സിനുള്ള അപ്ലൈഡ് പീരിയോഡ് ചെയ്യാം. നമ്മൾ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വേരി ചെയ്യും അതാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് 3 കേസ് അറിയാം. വി നോ ദ 3 കേസസ് ഓഫ് ദി ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന 3 കേസ് അറിയാം. when the external driving frequency is very much low, when omega f is less than omega 0. അത് ഇന്നലെ ചെയ്തതാണ്. വി derived the first case. What is the amplitude? Amplitude is given by f0 by omega 0 square. And next case is when omega f equal to omega 0 resonance. Leave that. നമുക്കത് അവസാനം എഴുതാം. When omega f is greater than omega 0, high driving frequency. External periodic frequency, natural frequency very much greater. When omega f is very much greater than omega 0, what happens? At high driving frequency, we derive the expression for amplitude as f0 by omega f square. At resonance, what is the which is the maximum amplitude, which is given by max equal to f0 by 2 gamma omega f. ഇതാണ് 3 കേസസ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്ത ആംപ്ലിറ്റ്യൂഡ് ഫ്രം ദി ജനറൽ ഇക്വേഷൻ ഓഫ് എ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ applying the condition of the low driving frequency, resonance and high driving frequency. We derived the expression for amplitude like this. So if we plot amplitude with the external driving frequency amplitude തമ്മിലൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ it will look like this. So we have y-axis, we have here an x-axis, x and y-axis, and this x-axis represent omega f, which is the driving frequency, and let the y-axis represent the amplitude. Let this is the point of resonance. This is the point where omega f equal to omega 0. Then the graph will look like this. The graph will look like this. Why? This is the side where when the omega f is less than omega 0, and right hand side omega f greater than omega 0. Okay. Initially we are talking about resonance. Okay. ഈ ഗ്രാഫ് മനസ്സിലാവണേ, ഈ പ്ലോട്ട് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി പ്ലോട്ട് മെയിൻലി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് റെസോണൻസ് നമുക്കറിയാം. അറ്റ് റെസോണൻസ് ദ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി മാക്സിമം. ഈ പ്ലോട്ടിൽ ഒരു ആംപ്ലിറ്റ്യൂഡ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി പ്ലോട്ട് വരയ്ക്കുമ്പോൾ വാട്ട് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ്? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. മാക്സിമം വരുന്ന വാല്യൂ ആണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ആൻഡ് വി നോ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി മാക്സിമം അറ്റ് റെസോണൻസ്. So we can say that at omega f equal to omega 0, the amplitude will be maximum. When we move to the right hand side and when we move to the left hand side and right hand side, അതായത് ഈ റെസോണൻസ് മാർക്ക് ചെയ്ത് തന്നെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ the amplitude will be decreased according to this equation. അത് ഈ ഇക്വേഷൻ വെച്ച് these two equation, ഇതാണ് ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇത് വെച്ച് പിന്നെ വാട്ട് ദ ആംപ്ലിറ്റ്യൂഡ് വിൽ ഡിക്രീസ് ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാലും ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. ആൻഡ് ദ ഗ്രാഫ് ഇൻ ടു സൈഡ്സ് ആർ സിമെട്രിക്കൽ. ഈ റെസോണൻസിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആയിട്ട് ഫീൽ ചെയ്യും. വൈ? ബിക്കോസ് ഈ രണ്ട് ഇക്വേഷനും അനലിറ്റിക്കലി സെയിം ആണ്. ഒമേഗ എഫ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒമേഗ എഫ്, ഈ പ്ലോട്ട് ഒമേഗ എഫ് ഇൻ ദ എക്സ് ആക്സിസ്. സോ വെൻ ഒമേഗ എഫ് ആണ് ഇതിന് പറയുമ്പോൾ ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂല് വരുന്നത്. ആൻഡ് ഹിയർ we have directly omega f square. So the graph looks symmetrical and we have resonance at top. And also there is a point, this line represent low damping case and this line represent high damping case. Why? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? Because look at the resonance indication, look at the maximum amplitude of the oscillator. We have a damping coefficient. നമുക്ക് ഇവിടെ ഒരു damping coefficient കാണാൻ പറ്റും. അതായത് at resonance maximum amplitude is dependent upon the damping coefficient and it is inversely proportional to the damping coefficient. So if our case is low damping,
അതായത് നമ്മുടെ ഓസിലേറ്റർ ഒരു മീഡിയത്തിലുള്ള ആ മീഡിയത്തിന് ലോ ഡാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്നെങ്കിൽ ഓർ ദി ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഇസ് ലോ and the amplitude is inversely proportional to damping coefficient, this will be it will be have a higher value at resonance. And if it is higher damping, അതായത് ഈ ഗാമയ്ക്ക് വലിയൊരു വാല്യൂ വരുന്നെങ്കിൽ നോർമലി ആംപ്ലിറ്റ്യൂഡ് കുറയുള്ളൂ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗാമ. സോ അതുകൊണ്ടാണ് ഈ രണ്ട് ലൈനും ഇതിൽ മുകളിലത്തെ ലൈൻ ലോ ഡാമ്പിങ്ങും താഴത്തെ ലൈൻ ഹൈ ഡാമ്പിങ്ങും റെപ്രസെന്റ് ചെയ്യാൻ കാരണം. ഓക്കെ, ഒന്നും കൂടി പറയാം. നമ്മൾ വി ആർ നൗ ടോക്കിംഗ് അബൌട്ട് ദ വേരിയേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന്റെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് പഠിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ 3 കേസിലെയും, അതായത് ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി, റെസോണൻസ്, ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കേസിലെയും ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ എഴുതി. ആൻഡ് വി ഫസ്റ്റ് പ്ലോട്ടഡ് എ പോയിന്റ് റെസോണൻസ്. അതായത് നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് വിൽ ബി മാക്സിമം അറ്റ് റെസോണൻസ്. സോ വി പ്ലോട്ടഡ് എ മാക്സിമം എ ടോപ്പ് മോസ്റ്റ് പോയിന്റ് അറ്റ് റെസോണൻസ്. ആൻഡ് ടു ദ ലെഫ്റ്റ് hand side and right hand side we have the equation of amplitude as a equal to f0 by omega 0 square and a equal to f0 by omega f0. So we can plot these two sides symmetrically as this. And we drawn 2 lines, and the above line shows the low damping case. Why? Because the damping coefficient is inversely proportional to amplitude at resonance. And in case of high damping, the value of gamma damping coefficient will be very high. So normally the amplitude relative to the low damping case will be low. So we can draw this line as high damping case. So അതാണ് നമ്മൾ വേരിയേഷൻ, ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പഠിച്ചത്. Next thing we are discussing about is sharpness of resonance. സോ നമ്മൾ കഴിഞ്ഞ പ്ലോട്ട് ശ്രദ്ധിച്ചു നോക്കാം. ഈ പ്ലോട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ റെസോണൻസിന്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് പോയി കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. Amplitude decreases when we go to the right hand side or left hand side of this amplitude frequency plot, or we can say the amplitude falls from a maximum value on increasing or decreasing this periodic frequency. If we vary the periodic frequency to the left hand side or right hand side, this amplitude falls from the maximum value. So the term sharpness of the resonance, it is defined as the rate of decrease of amplitude with the change in frequency of applied periodic force. അതായത് അപ്ലൈഡ് പീരിയോഡിക് ഫോഴ്സ് ഈ റെസോണൻറ്റ് ഫ്രീക്വൻസിയുടെ എയ്തർ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഷാർപ്നെസ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്ന എപ്പോഴാണ്? നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പെൻസിൽ നമ്മൾ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഷാർപ്നെസ്. വാട്ട് ഇസ് മീൻ ബൈ ഷാർപ്നെസ്? ഓക്കെ, സാധാരണ ഈ പെൻസിലിൻ്റെ ഒക്കെ അറ്റത്താണ് ഷാർപ്നെസ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ടേം ചെയ്യാം. വാട്ട് ഇസ് ഷാർപ്നെസ്? ഓക്കെ, ഈ പെൻസിലാണോ ഷാർപ്പ്, അല്ലെങ്കിൽ ഈ ഒരു എൻഡാണോ ഷാർപ്പ്? യു ക്യാൻ സേ ദിസ് ഈസ് ഷാർപ്പ്. നമ്മൾ പറയും ഈ ഒരു എൻഡാണ് ഷാർപ്പ് എന്ന് പറയും. വൈ? ബിക്കോസ് കൺസിഡർ ദിസ് എസ് എക്സ് ആക്സിസ് ആൻഡ് കൺസിഡർ ദിസ് എസ് വൈ ആക്സിസ്. സോ ഈ എക്സ് ആക്സിസ് ചേഞ്ച് ചെയ്യുമ്പം ഈ വൈ ആക്സിസ് ഈസ് റിലേറ്റീവ്ലി ചേഞ്ചിങ് വെരി ഹൈലി. കമ്പയറിങ് ടു ദിസ്, ദ വേരിയേഷൻ ഓഫ് വൈ ആക്സിസ്, അതായത് വൈ ആക്സിസിൽ ഈ സ്ലോപ്പ് അധികമാണ്. സോ എക്സ് ആക്സിസിനെ കമ്പയർ ചെയ്യുമ്പം ചെറിയൊരു എക്സ് ആക്സിസിലെ മൂവ്മെന്റ് വൈ ആക്സിസിലെ വലിയൊരു ചേഞ്ച് ഇൻ, സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ big change in the value of y-axis. Similarly, when we drawing an amplitude, consider this, when we drawing an amplitude frequency amplitude graph. So what is defined as sharpness? Sharpness is defined as the rate of decrease of amplitude when the frequency varies on the either side of resonant frequency. അതായത് ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പം എത്രത്തോളം ഈ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നു, ചെറിയൊരു ജസ്റ്റ് ഒരു ഒമേഗ ഡെൽറ്റ ഒമേഗ എഫ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പം എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു, അത് ഓൺ ദി എയ്തർ സൈഡ്, ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് പ്ലോട്ട് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് പ്ലോട്ട്. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഫ്രീക്വൻസി ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു, അതിനാണ് ഷാർപ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ കൺസിഡർ അതർ ഗ്രാഫ്. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഞാൻ കുറച്ച് ഇതാ കൺസിഡർ അതർ ഗ്രാഫ്. സോ വി ക്യാൻ സേ ഈ ഒരു ഗ്രാഫിൽ ഫ്രീക്വൻസിയിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ വി നോ ആംപ്ലിറ്റ്യൂഡ് ഇതാ ഒരുപാട് ഡിക്രീസ് ചെയ്യും. സോ വി ക്യാൻ സേ ദിസ് ഗ്രാഫ് ഈസ് മോർ ഇറ്റ് ഹാസ് മോർ ഷാർപ്പ്നെസ് ഓഫ് റെസോണൻസ് ദാൻ ദിസ് ഓസിലേറ്റർ. അത് ഈ ഒരു ഓസിലേറ്റർ, ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഓസിലേറ്ററിനേക്കാളും ഈ ഒരു പ്ലോട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഓസിലേറ്ററിന് റെസോണൻസ് ഷാർപ്പ്നെസ് കൂടുതലാണെന്ന് പറയാൻ പറ്റും. അതാണ് ഷാർപ്പ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് വെച്ച് വരയ്ക്കണമെന്നില്ല. let PR be the power absorbed in the at the time of resonance. അതായത് നമ്മുടെ ഓസിലേറ്റർ അബ്സോർബ് ചെയ്യുന്ന റെസോണൻസിന്റെ ടൈമിൽ അബ്സോർബ് ചെയ്യുന്ന പവർ PR ആണെന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്യുന്ന പവർ P at mu ആണെന്നിരിക്കട്ടെ. Then we can draw PR by P by PR here and frequency mu here, and we get like this. സോറി, ഞാനത് അടുത്ത പേജിൽ തന്നെ വരച്ചാണിക്കാം, ക്ലിയർ ആയിട്ട് വരച്ചാണിക്കാം. ഓക്കെ, this is the y-axis. The y-axis represent P by PR. What is P by PR? P is the frequency at any frequency. P is the power absorbed at any frequency. ഈ പവർ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആവണ്ട. We know energy of an oscillator is proportional to amplitude. What is power? Power means the energy transferred in a unit time. നമ്മൾ ഓൾറെഡി ബേസിക് ഫിസിക്സ് ക്ലാസ്സുകളൊക്കെ പഠിച്ചാണ് പവർ എന്ന് പറയുന്നത് energy transferred from in unit time, energy by time. That means power is also proportional to amplitude square, a square. സോ നമ്മൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി പ്ലോട്ട് വരച്ചു. സിമിലർലി നമുക്ക് ഇത് റേഷ്യോ, ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അറ്റ് സം ഫ്രീക്വൻസി ഡിവൈഡ് ബൈ പവർ അബ്സോർബ്ഡ് അറ്റ് റെസോണൻസ്. PR എന്ന് പറയുന്നത് PR ഈസ് ദ പവർ അബ്സോർബ്ഡ് അറ്റ് റെസോണൻസ്. At resonance. Okay, this is the frequency mu. Then we can draw a similar graph as നേരത്തെ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഗ്രാഫ് വരച്ച പോലെ തന്നെ സിമിലർലി ഒരു പവർ y ആക്സിസ് പ്ലോട്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി y ആക്സിസ്, ഇത് ആംഗുലർ ഫ്രീക്വൻസി അല്ല, ഇത് ജസ്റ്റ് ഫ്രീക്വൻസിയാണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, ആ ഫ്രീക്വൻസിയാണ് ഇത്. അതായത് ഫ്രീക്വൻസി എക്സ് ആക്സിസിലും പവർ ഡിവൈഡഡ് ബൈ, അതായത് പവർ അറ്റ് സം ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ പവർ അബ്സോർബ്ഡ് അറ്റ് റെസോണൻസ് നമ്മൾ y ആക്സിസിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സച്ച് നമുക്ക് നേരത്തെ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഗ്രാഫ് കിട്ടിയ പോലെ തന്നെ ഒരു ഗ്രാഫ് കിട്ടും. വൈ? ബിക്കോസ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ആൻഡ് ദിസ് ഈസ് ദ റെസോണൻസ് പോയിന്റ്. Okay, this is 1. Why? Because at resonance P is given by PR. So the power is the ratio of power at that frequency divided by power absorbed at resonance is given by PR by PR. So we get the value as 1. And we have in the y-axis plot a point with 0.5 or half. That means this is the point at which the oscillator absorbs the half power which is absorbed at the resonance. അതായത് റെസോണൻസിൽ എത്ര പവർ അബ്സോർബ് ചെയ്യുന്നു അതിൻ്റെ അതിൻ്റെ പകുതി അബ്സോർബ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ 0.5 എന്ന് പറയുമ്പം y ആക്സിസിൽ. 1 minute. Okay, that means this point refers to the frequency of oscillator or the point at which oscillator absorbs the half the amount of power that absorbed at the resonance. So that means അതായത് പകുതി റെസോണൻസിൽ എത്ര പവർ അബ്സോർബ് ചെയ്യുന്നു അതിൻ്റെ പകുതി പവർ അബ്സോർബ് ചെയ്യുന്ന രണ്ട് ഫ്രീക്വൻസി ഉണ്ടാവും ഈ ഗ്രാഫിൽ. ലെറ്റ് ബി സം mu1 and mu2. സോ ഈ ഗ്രാഫിന് രണ്ട് മൾട്ടി വാല്യൂഡ് ആണ് ഈ ഗ്രാഫ് ബിക്കോസ് വൺ y വാല്യൂ ഹാസ് 2x values here, mu1 and mu2. That means at mu1 and mu2 the system will absorb half the amount of power
വിച്ച് അബ്സോർബ് ഇൻ റെസോണൻസ്. റെസോണൻസിൽ എത്ര പവർ അബ്സോർബ് ചെയ്തു അതിൻ്റെ പകുതി പവർ സിസ്റ്റം μ1 μ2 എന്ന ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്യും. ഓർ ഈ സൈഡ് എന്ന് പറയുന്നത് വെൻ ദ ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയാണ്. ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് μ1 എന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് റെസോണൻസിൽ എത്ര പവർ അബ്സോർബ് ചെയ്തു അതിൻ്റെ പകുതി അബ്സോർബ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ റീച്ച് ദ റെസോണൻസ് ആൻഡ് എനർജി വിൽ ഡൈ ഔട്ട്. പിന്നെ എനർജി ഡിസിപ്പിറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് വെൻ this is the case which the high driving frequency at the point μ2 the system will absorb power which is the half the amount of power which is absorbed at resonance. So this is the μ1 and μ2. അല്ലെങ്കിൽ ഈ പോയിന്റ് ഞാൻ ഹാഫ് പവർ പോയിന്റ്സ് എന്ന് പറയാം. It is the frequency at which the half the power at the resonance frequency is absorbed by the system. And this difference in frequencies between these two power points is called the bandwidth of oscillator. അതായത് the difference in this ഈ രണ്ട് ഫ്രീക്വൻസി, this frequency μ1 and μ2 are called half power points. ആ ഹാഫ് പവർ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ദാറ്റ് മീൻസ് bandwidth delta mu equal to mu2 by v1. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിത്രേ ഉള്ളൂ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഗ്രാഫ് വരച്ചു. സോ നമ്മൾ ഷാർപ്നെസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പവർ ഫ്രീക്വൻസി ഗ്രാഫ് വരയ്ക്കുകയാണ്. പവർ എന്ന് പറയുന്നത് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. സോ സിമിലർ ടു നമ്മൾ നേരത്തെ വരച്ചൊരു ഗ്രാഫിലോട് സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെ നമുക്ക് എന്തായാലും കിട്ടും. സോ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് അറ്റ് റെസോണൻസ് ദ സിസ്റ്റം വിൽ അബ്സോർബ് മാക്സിമം പവർ. And there will be 2 points, there will be 2 frequency in which the system will absorb half the power which is absorbed at the resonance, and 2 points are called half power points, and the difference between the frequency between these 2 half power points are called the bandwidth of the oscillator. Okay, so next thing we are discussing about most important thing ആണ്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, എങ്കിലും ചെറുതായിട്ടൊന്നും പറയാം. അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് തിങ് ഈസ് ക്വാളിറ്റി ഫാക്ടർ. നിങ്ങൾ പണ്ടുപോലെ കേട്ടുള്ളൊരു സംഭവം, വാട്ട് ഈസ് ക്വാളിറ്റി ഫാക്ടർ? Quality factor is a term which defines the quality or the efficiency of a damped harmonic oscillator. Quality of oscillator. So it defines the quality of oscillator. നമ്മുടെ ഓസിലേറ്റർ, നമ്മുടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഓസിലേറ്ററിന് എത്ര ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ഓസിലേറ്റർ. അതാണ് സിംപിളി വാട്ട് ഈസ് ക്വാളിറ്റി ഫാക്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഡെഫിനിഷൻ. ഓർ we can say it is a dimensional parameter that describes how much damped an oscillator is. അതായത് നമ്മുടെ ഓസിലേറ്റർ എത്രത്തോളം ഡാംപ്ഡ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്ന ക്വാളിറ്റി ഒരു ഫാക്ടർ, ഒരു ഡയമെൻഷണൽ പാരാമീറ്റർ ആണ് നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ. നോർമലി ക്വാളിറ്റി ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ഫോർ ലോ ഡാമ്പിംഗ് സിസ്റ്റം. ലോ ഡാമ്പിംഗ് സിസ്റ്റങ്ങൾക്കാണ് ക്വാളിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്യുക. വൈ? ബിക്കോസ് നമ്മൾ ലോ ഡാമ്പിംഗ് കേസിൽ നമ്മൾ എക്സ്ടി ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നു. സോ that means till the function is oscillatory, as the time pass the oscillations will divert. ആദ്യമൊക്കെ നമ്മുടെ ഓസിലേഷൻസ്, ആദ്യമൊക്കെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഓസിലേറ്ററി ആയിരിക്കും, അവസാനം ആകുമ്പോൾ സൈനിസോയിഡൽ ആയിരിക്കും, അവസാനം ആകുമ്പോഴത്തേക്കാണ് അത് ഡൈ ഔട്ട് ചെയ്യുന്ന ഓസിലേഷൻ. ബാക്കി രണ്ട് കേസുകൾ, വാട്ട് ആർ ദി അതർ ടു കേസസ്? ക്രിട്ടിക്കലി ഡാംഡ് ആൻഡ് ഹൈ ഡാമിംഗ് കേസ്. ഹൈ ഡാമിംഗ് കേസിലും ലോ ഡാമിംഗ് കേസിലും ഓസിലേഷനേ ഇല്ല, ഡയറക്ട്ലി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. സോ നോർമലി ക്വാളിറ്റി ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ഇൻ ലോ ഡാമിംഗ് സിസ്റ്റം. ബിക്കോസ് വാട്ട് ഈസ് ക്വാളിറ്റി ഫാക്ടർ? സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയാം. അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു ക്വാളിറ്റി ഫാക്ടർ, the pendulum oscillating in air possesses high quality factor than pendulum oscillating in water or oil. അതായത് എയറിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിന് ഓയിലിലോ വാട്ടറിലോ ഓസിലേറ്റ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തേക്കാൾ ഹൈ ക്വാളിറ്റി ഫാക്ടർ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് നമുക്കറിയാം, ഒരു സിമ്പിൾ പെൻഡുലം എടുത്ത് വാട്ടറിൽ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഓയിൽ മീഡിയത്തിൽ ഓസിലേറ്റ് ചെയ്യിക്കുക. സോ പെട്ടെന്ന് തന്നെ ആ ഓസിലേഷൻ ഡൈ ഔട്ട് ചെയ്യും. ബട്ട് ഇൻ ഓസിലേറ്റിംഗ് ഇൻ എയറിൽ ഓസിലേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരുപാട് സമയം ഓസിലേറ്റ് ചെയ്യും. അതായത് ആ ഓസിലേഷൻ ഡൈ ഔട്ട് ചെയ്യാൻ ഒരുപാട് സമയം വേണം. ദാറ്റ് മീൻസ്, സോ വി ആർ സേയിങ് ദാറ്റ് ദ ക്യൂ ഫാക്ടർ, ദ പെൻഡുലം ഓസിലേറ്റിംഗ് ഇൻ എയർ ഹാസ് എ ഹൈ ക്യൂ ഫാക്ടർ. ദാറ്റ് മീൻസ് ക്വാളിറ്റി ഫാക്ടർ ഡിറ്റർമൈൻസ് ഹൗ മച്ച് ക്വാളിറ്റി ദാറ്റ് മൈ ഓസിലേറ്റർ ഹാവ്. നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തിന് എയറിൽ എത്ര ക്വാളിറ്റി ഉണ്ട്, എഫിഷ്യൻസി.
സോ അതിനുവേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. സോ ക്വാളിറ്റി ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ്, ഞാൻ ഡെഫിനേഷൻ പറയാം, 2π into energy stored in an oscillator, 2π into energy stored in an oscillator divided by energy dissipated per cycle. What do you mean by this? അതായത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 2π ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് എനർജി, അതായത് ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഫാക്ടർ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഓസിലേറ്റർ വിത്ത് ഡിവൈഡ് ബൈ എനർജി ഡിസിപ്പിറ്റേറ്റഡ് പെർ സൈക്കിൾ. അതായത് ഒരു സൈക്കിളിൽ ഓസിലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പിറ്റേഡ് പെർ സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓസിലേറ്റർ. വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ഓസിലേറ്റർ relative to the energy dissipated per cycle. That is the definition of Q factor. This is only the first definition of Q factor. അതായത് Q ഫാക്ടറിന്റെ ഒരു വൺ ഓഫ് ദി ഡെഫിനിഷൻസ് മാത്രമാണിത്. കാരണം Q ഫാക്ടർ നമ്മൾ ഇനി ഒരുപാട് ഡെഫിനിഷൻ പഠിക്കും. ആൻഡ് ദിസ് Q ഫാക്ടർ ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സിലൊക്കെ. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ ഇപ്പൊ ബാൻഡ് എടുത്ത് സിമിലർലി അതുപോലെ ടേംസ് ഒക്കെ നമ്മൾ പ്ലസ് ടുവിൽ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചൊരു സംഭവമാണ് Q ഫാക്ടർ. ഹൈ Q ഫാക്ടർ ആകുമ്പോൾ നമുക്ക് എക്സാമ്പിൾ റേഡിയോ ഒക്കെ നന്നായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും. സോ അത് മെയിൻലി ഇലക്ട്രോണിക്സിലാണ് വരുന്നത്. ബട്ട് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ദ ഫിസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് കെയിം ഫ്രം ദി ഓസിലേറ്റർ. അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്നത് LCR ഓസിലേഷൻസിനെ കുറിച്ചാണ്. സോ ഇറ്റ് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഇൻ ഇലക്ട്രോണിക്സ് ബോർഡ്. ആൻഡ് LCR ഓസിലേഷൻസ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഓസിലേറ്റേഴ്സിനോട് കമ്പയർ ചെയ്തിട്ടാണ് LCR ഓസിലേഷൻസ് ഒക്കെ പഠിക്കാൻ വന്നത്. സോ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും വാട്ട് ഈസ് Q ഫാക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ നൗ ദ Q ഫാക്ടർ ഇസ് ഡിഫൈൻഡ് as 2π into energy stored in an oscillator divided by energy dissipated per cycle. Okay. So എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും മതിയെന്ന് തോന്നുന്നു. കാരണം ഇനിയും Q ഫാക്ടർ നമ്മൾ കുറച്ച് ചെറിയൊരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സമയം പോകും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യില്ല. ഓക്കെ, സോ ഇന്നെന്താ ചെയ്തെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് വി ലേൺഡ് അബൌട്ട് at resonance what happened to the phase difference between the displacement of a forced harmonic oscillator and the external periodic force. At resonance, that means when the external driving frequency omega is equal to omega 0, the tan theta is given by infinity. That means theta r is given by pi by 2. That means at resonance the displacement lags way below the external periodic frequency by an angle pi by 2. Next we learned about the variation of amplitude with the frequency of applied force. We drawn a plot with the amplitude at the y-axis and the external driving frequency in the x-axis. So with the three equations, the three cases of forced harmonic oscillator, this with the low driving frequency, this one with resonance, and this one with higher driving frequency, we get at resonance we get the maximum amplitude oscillation with the maximum amplitude. So we draw it as the topmost point, and when we move to the left hand side and the right hand side, according to these two equations, it will decrease exponentially. It will decrease, and we drawn these two lines. We drawn these two lines to represent the variation of amplitude with respect to frequency, and the above line gives the low damping case. Why? Because the amplitude is inversely proportional to the damping coefficient gamma, and the below line gives high damping coefficient because of the same reason. അതായത് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എങ്ങനെ വേരി ചെയ്യുന്നു. ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് വരയ്ക്കാൻ പറ്റും. നമ്മൾ ഷാർപ്നെസ് ഓഫ് റെസോണൻസ് ഡിഫൈൻ ചെയ്തു. ഷാർപ്നെസ് വേണമെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഗ്രാഫ് വെച്ചിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓർ നമുക്ക് പവർ റേഷ്യോ നമ്മൾ അല്ലെങ്കിൽ പവർ റേഷ്യോ ഒന്നും പറയണ്ട, പവർ ഫ്രീക്വൻസി ഗ്രാഫ് വെച്ചിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഷാർപ്നെസ് എന്ന് പറയുന്നത് ഹൗ മച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓർ ദി പവർ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസിയിൽ ചെറിയൊരു ചേഞ്ച് വരുമ്പം ഇവിടെ പവർ അല്ലെങ്കിൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആണ് y ആക്സിസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു
അതാണ് നമ്മൾ ഷാർപ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ഈ പവർ ഫ്രീക്വൻസി ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ബിക്കോസ് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ, or it comes from the energy proportional to amplitude square. Okay, and we get it two half power points. What do you mean by half power points? എന്താണ് half power points? Half power points എന്ന് പറയുന്ന ഹാഫ് പവർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ കേസിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും in which the frequency at which the system receives the half the power which absorbs the resonance. റെസോണൻസിൽ അബ്സോർബ് ചെയ്യുന്ന പവറിന്റെ പകുതി, ആ എമൗണ്ടിന്റെ പകുതി പവർ അബ്സോർബ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു ഫ്രീക്വൻസി ഉണ്ടാവും എവിടെ? ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ. ആൻഡ് റെസോണൻസ് കഴിഞ്ഞിട്ട് ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ കേസിലും ദർ ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ഒരു μ2 എന്ന പോയിന്റ് ഉണ്ടാവും. സെയിം തിങ്, അതായത് ഫ്രീക്വൻസി, ദ റെസോണൻസിൽ അബ്സോർബ് ചെയ്യുന്ന പവറിന്റെ പകുതി പവർ അബ്സോർബ് ചെയ്യുന്ന ഒരു μ2 ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് അത് വെച്ച് വിത്ത് ഡെഫിനേഷൻ ഓഫ് ദിസ് ടു ഹാഫ് പവർ പോയിന്റ്സ് നമുക്ക് ബാൻഡ് വിഡ്ത്തിനെ ഡിഫൈൻ ചെയ്യും. വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ടു ഹാഫ് പവർ പോയിന്റ്സ്. ഈ ഒരു ഓസിലേറ്ററിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ടു ഹാഫ് പവർ പോയിന്റ്സ് ഡിഫൈൻ ചെയ്തല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം, ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ഫ്രീക്വൻസി ബിറ്റ്വീൻ ദ ടു ഹാഫ് പവർ പോയിന്റ്സ്. ഓക്കെ, നമ്മൾ പിന്നെ ചെയ്ത് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തു. വാട്ട് ഈസ് ക്യൂ ഫാക്ടർ? ക്യൂ ഫാക്ടർ mainly defines the quality of an oscillator, or the how much damped or how much under damped our oscillator is. And mainly we define quality factor for a lower damping system. അതായത് ഇപ്പോൾ എയറിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് സിസ്റ്റം ആയാലും ഒരു സിമ്പിൾ പെൻഡുലം ആയാലും എവറിങ് എല്ലാത്തിലും മെയിൻലി റിയൽ കേസിൽ ലോ ഡാമ്പിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഹയർ ഡാമ്പിംഗ് ഒക്കെ നമുക്ക് ഡാമ്പിംഗ് നെസസറി ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ ഷോക്ക് അബ്സോർബ്സ് വെഹിക്കിളിലെ ഷോക്ക് അബ്സോർബ്സ്, അപ്പം നമ്മളാണ് ഹയർ ഡാമ്പിംഗ് കൊടുക്കുന്നത്. റിയലി മീഡിയത്തിൽ ഒരു ലോ ഡാമ്പിംഗ് ആണ്. സോ ഫോർ റിയൽ കേസ് വി ടേക്ക് എ ലോവർ ഡാമ്പിംഗ് സിസ്റ്റം ആൻഡ് ഡിഫൈൻ ക്വാളിറ്റി ഫാക്ടർ ഫോർ സച്ച് സിസ്റ്റം, ലോ ഡാമ്പിംഗ് സിസ്റ്റത്തിനായിരിക്കും. And Q factor is defined, or quality factor is defined as 2 pi into energy stored in an oscillator divided by with relative to energy dissipated per cycle. Q factor എന്ന് പറയുന്ന റേഷ്യോ ബിറ്റ്വീൻ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഓസിലേറ്ററും എനർജി ഡിസിപ്പിറ്റഡ് പെർ സൈക്കിളും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ക്യൂ ഫാക്ടറിന്റെ ഡെറിവേഷൻ ആണ്. ക്യൂ ഫാക്ടറിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ക്യൂ ഫാക്ടർ ഇസ് ഗിവൺ ബൈ സം ഒമേഗ ബൈ 2 ഗാമ. അതെങ്ങനെ കിട്ടും? അത് വ്യത്യസ്ത തരത്തിൽ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഡെറിവേഷനൊക്കെ പഠിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. സംശയം ചോദിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. കാരണം സംശയം ചോദിച്ചിട്ട് എനിക്കറിയില്ലെങ്കിൽ ഞാനത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി വരെ ചോദിക്കാൻ പറ്റും, പേഴ്സണലി ചോദിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. അനസ് റോഷൻ CH. അനശ്വർ സുരേന്ദ്രൻ. ഓക്കെ സർ. ഉണ്ടല്ലേ? ഓക്കെ. അനുഗ്രഹ്. ഓക്കെ, അശ്വന്ത്. ധ്യാൻ. ഫാത്തിമ നദ. Present, sir. സഫ. Present, sir. സന. ഫാത്തിമത്ത് സന. Present, sir. ഓക്കെ, ജ്യോതിഷ്. കൈലാസ് നാഥ്. Present, sir. മുഹമ്മദ് മുവാദ് ഫറൂഖ്. ഓക്കെ, നീഹ ഷിരിൻ. Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ പി.
ഇല്ല. ഓക്കെ. പ്രണവ്രാജ്, Present. സായന്ത്. Present, sir. ഓക്കെ. അപ്പം ആകെ അബ്സെൻറ്റീസ് ആയിട്ടുള്ളത് മുഹമ്മദ് മുആദ് ഫറൂഖ് PP മാത്രമാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു.